ഒരു ഭക്തനായ മനുഷ്യൻ താമസിച്ചിരുന്ന ആ ഗ്രാമത്തിൽ ഒരു നിരീശ്വരവാദിയായ മനുഷ്യനും താമസിച്ചിരുന്നു. നിരീശ്വരവാദി ഭക്തനായ മനുഷ്യനെ കാണുമ്പോഴെല്ലാം കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം നിരീശ്വരവാദിയായ മനുഷ്യൻ വഴിവെക്കിൽ നിൽക്കുകയായിരുന്ന സമയം അതുവഴി ഭക്തനായ മനുഷ്യൻ വന്നു. അവിടെ എല്ലാ ആളുകൾ കൂടി നിൽപ്പുണ്ടായിരുന്നു. അവരുടെ മുൻപിൽ ഭക്തനായ മനുഷ്യനെ അപമാനിക്കണമെന്ന് അയാൾ ചിന്തിച്ചു. അയാളുടെ അടുക്കൽ പോയി നിന്നുകൊണ്ട്, ഇവിടെ അങ്ങയെപ്പോലെ സന്യാസ ജീവിതം നയിക്കുന്ന മനുഷ്യനില്ല എന്ന് എല്ലാവരും പറയുന്നു. അങ്ങ് ഏതിലാണ് ജ്ഞാനിയായിരിക്കുന്നത്? ആരാണ് അങ്ങയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത്? എന്നേക്കാൾ മഹത്വമുള്ള ഒരു വലിയ സന്യാസിയുണ്ട്. അദ്ദേഹമാണ് അങ്ങനെ പറഞ്ഞത്. ആ നിരീശ്വരവാദിക്ക് മാത്രമല്ല, അവിടെ കൂടിയിരുന്നവർക്കും ആശ്ചര്യമുളവാക്കി. ഇദ്ദേഹത്തെക്കാൾ വലിയ സന്യാസിയുണ്ടോ? അതാരാണ്? നിരീശ്വരവാദി ആശ്ചര്യത്തോടെ ചോദിച്ചു. അതാരാണ് ആ മനുഷ്യൻ? ആ മനുഷ്യൻ നീ തന്നെ, സന്യാസി നിരീശ്വരവാദിയോട് പറഞ്ഞു. ഇത് കേട്ട നിരീശ്വരവാദിക്ക് അത്ഭുതമായി. ഞാനോ? അതെങ്ങനെ? അയാൾ ചോദിച്ചു. എന്നെപ്പോലെയുള്ള സാധാരണ ഭക്തന്മാർ ഈ ലോക വസ്തുക്കളെയാണ് ഉപേക്ഷിക്കുന്നത്. എന്നാൽ നീ ദൈവത്തെ തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ. നിന്നേക്കാൾ മികച്ച സന്യാസി വേറെ ആരാണുള്ളത്? ഇത് കേട്ട ആളുകൾ നിരീശ്വരവാദിയെ നോക്കി കളിയാക്കി ചിരിച്ചു. അയാൾ തലയും കുനിച്ച് സ്ഥലം വിട്ടു. ഈ നിരീശ്വരവാദിയെപ്പോലെ നാമും ദൈവത്തിൽ വിശ്വസിക്കാതെ മറ്റെന്തിലൊക്കെയോ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നു. ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് നശിക്കുന്നതെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി നീതികേട് പ്രവർത്തിക്കുന്നു. അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന നാം എങ്ങനെ ആയിരിക്കണമെന്നും ബൈബിൾ വ്യക്തമായി പറയുന്നു. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. നാം ദൈവ മനുഷ്യനെ പോലെയോ അതോ നിരീശ്വരവാദിയെ പോലെയോ?